ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ 10th സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, അതുപോലെ ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക് പവർ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനെ കുറിച്ചാണ്. റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾ 10th പഠിച്ച കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലവും കേസസൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുള്ളൂ, പുതിയ ഒരു സെഷനല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നർത്ഥം. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നമുക്ക് റെസിസ്റ്റേഴ്സിനെ 2 രൂപത്തിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. അതിൽ ഒന്നേതാണ് സീരീസ് കോമ്പിനേഷൻ, രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ. നിങ്ങൾക്കറിയാം, ഞാൻ നോക്കൂ, ഇവിടെ 3 റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, R1, R2, R3. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഈ കളറിൽ ഞാൻ ഈ കൊടുത്തത് ഇതൊന്നും അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ആ പോയിന്റ് മാർക്ക് ചെയ്തതാണ്, ഞാനത് പറയാം. അപ്പോൾ ഇവിടെ R1, R2, R3 3 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. റെസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത, അവർക്ക് പൊളാരിറ്റി ഇല്ല, അവർക്ക് പോസിറ്റീവും നെഗറ്റീവും ഇല്ല. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ എടുക്കുക, അതിൻ്റെ അറ്റത്തടുത്ത് കണക്ട് ചെയ്യുക, അതിൻ്റെ അറ്റത്തടുത്ത് കണക്ട് ചെയ്യുക, അങ്ങനെ എൻഡ് ടു എൻഡ് കണക്ഷൻ, ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പോവുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീരീസ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് പൊളാരിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതേ ഇല്ല. അപ്പോൾ നോക്കി, ഇവിടെ R1, R2, R3 3 നമ്മൾ സീരീസിലേക്ക് കമ്പൈൻ ചെയ്തു. എന്നിട്ട് അതിന് അക്രോസിൽ നമ്മളിവിടെ എന്ത് കണക്ട് ചെയ്തു, സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ആകെ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, V ആണ്. ഇനി നോക്കൂ, ഈ സെല്ലിൽ നിന്ന് നോക്കൂ, ഇവിടുന്ന് I കറണ്ട് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ നോക്കൂ, ഈ വരുന്ന കറണ്ട് സെല്ലിൽ നിന്ന് എത്ര കറണ്ടാണോ പുറത്തു വന്നത് അത്രയും കറണ്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുകയും വേണം. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് I കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ I തന്നെയാണ് R1 പാസ് ചെയ്യുക, അതേ I തന്നെയാണ് R2 പാസ് ചെയ്യുക, അതേ I തന്നെയാണ് R3 പാസ് ചെയ്ത് തിരിച്ച് സെല്ലിലേക്ക് തിരിച്ച് കയറുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, I ഇലക്ട്രിക് കറണ്ട് I ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. I എന്താണ് ഇവിടെ, I കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായോ? എന്നാൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് അല്ല. കാരണം നമ്മൾ ആകെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ എത്രയാണ്, V ആണ്. ആ Vയുടെ ഒരു ഭാഗം നോക്കൂ ഇവിടെ പോയി. അത് എത്രയായിരിക്കും, വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. കാരണം നോക്കൂ, ഇവിടെ ഇതിൻ്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ ഇതിലൂടെ പോണ കറണ്ട് I തന്നെയാണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് R1 ആണ്. അപ്പോൾ ഇതിൻ്റെ അക്രോസിലുള്ള, അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്, ഇപ്പോൾ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, V1. അതെത്ര ഉണ്ടാവുക, ഓംസ് ലോ പ്രകാരം ഈ കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു IR1. I സെയിം തന്നെയാണ്, സെയിം കറണ്ട്. ഇനി അക്രോസ് ദിസ് R2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുക, അതിന് നമ്മൾ V2 എന്ന് പേരിട്ടു. ഇത് ജസ്റ്റ് ആ പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താണ് കേട്ടോ, V2. അപ്പോൾ V2 എത്ര, I ഇൻറ്റു R2. V3 എത്ര, I ഇൻറ്റു R3. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആകെ അപ്ലൈഡ് വോൾട്ടേജ് V is equal to V1 plus V2 plus V3 എന്ന് നമുക്ക് കൊടുക്കാം. V1 plus V2 plus V3. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നോക്കൂ, V എന്ന് പറഞ്ഞാൽ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഓംസ് ലോ പ്രകാരം നമുക്ക് എന്ത് എഴുതാം, ടോട്ടൽ കറണ്ട് അത് I തന്നെ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്, അതിന് നമ്മൾ RS എന്ന് ഞാൻ പേര് കൊടുക്കുക. S സ്റ്റാൻഡ്സ് ഫോർ സീരീസ്. അപ്പോൾ RS എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് എന്നതിനാണ് ഞാൻ RS എന്ന് പേര് കൊടുത്തത്. അപ്പോൾ V1 എന്താ നമ്മൾ നേരത്തോടെ പറഞ്ഞു, അതിലൂടെ പോണ കറണ്ടിൻ്റെ അതിൻ്റെ റെസിസ്റ്റൻസ് അത് എത്രയും IR1 ആണല്ലോ, IR1. V2 എത്രയാണ്, V2 ഈസ് IR2 പ്ലസ് V3 ഈസ് IR3. That is equal to I into R1 plus R2 plus R3 എന്ന് നമുക്കിവിടെ കിട്ടും. ഇവിടെ ആരാളുള്ളത്, ഇവിടെ I ഇൻറ്റു RS. അപ്പോൾ നമുക്ക് ഐയും എന്താവാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്കുള്ളത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് RS is equal to R1 plus R2 plus R3 എന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയും. മനസ്സിലായല്ലോ? RS is equal to R1 plus R2 plus R3. ക്ലിയർ അല്ലേ? എല്ലാവർക്കും വ്യക്തമാണല്ലോ? യെസ്, ഇതാണ് നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം എന്താ, ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ദ സെയിം, but potential difference across each resistor is different.
ഈ പോയിൻ്റാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇൻ ജനറൽ നമുക്ക് എന്ത് എഴുതാം? n റെസിസ്റ്റേഴ്സിൻ്റെ നമുക്ക് എന്ത് എഴുതാം? R1 പ്ലസ് R2 പ്ലസ് എക്സെട്രാ പ്ലസ് Rn എന്ന് നമുക്ക് കൊടുക്കാം. Rn അല്ല ഇവിടെ Rs കേട്ടോ. Rs is equal to R1 പ്ലസ് R2 പ്ലസ് എക്സെട്രാ Rn. Rn എന്ന് പറഞ്ഞാൽ nth റെസിസ്റ്ററാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യക്തമല്ലേ? യെസ്. നമുക്ക് അതിൻ്റെ ചില സ്പെഷ്യൽ കേസസ് പറയേണ്ട, അത് നമുക്ക് അടുത്ത കോമ്പിനേഷനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് നോക്കൂ, പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷനിൽ നോക്കൂ, എല്ലാ റെസിസ്റ്ററിൻ്റെയും R1 R2 R3 എല്ലാത്തിൻ്റെയും ഒരു എൻഡ് പിടിച്ചിട്ട് നമ്മളൊരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. കണ്ടോ? അതർ എൻഡ് എന്ത് ചെയ്തു? അതെല്ലാം കൂടെ നമുക്ക് മറ്റൊരു കോമൺ പോയിന്റിലേക്ക് അതും കണക്ട് ചെയ്തു. എന്നിട്ട് അതിന് അക്രോസിൽ നമ്മൾ സെല്ല് കണക്ട് ചെയ്യുക. ഇതാണ് ഈ ടൈപ്പ് കോമ്പിനേഷനാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ R1 R2 R3 ത്രീ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇവിടെ പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പോലെ നിങ്ങൾക്ക് വളരെ വ്യക്തമാവുന്ന ഒരു പോയിന്റാണ്. നമുക്ക് ഇവിടുന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ, കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ടിന് മുമ്പിൽ 3 വഴികളുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മളെപ്പോലെ തന്നെയാണ് കറണ്ട്. കാരണം ഏതിലാണോ ഏറ്റവും പ്രയാസം കുറവുള്ളത് അതിലൂടെ ആയിരിക്കും കൂടുതൽ കറണ്ട് പോവുക. അപ്പോൾ ഇത് നമുക്ക് വാല്യൂ ഒന്നും അറിയാത്തത് കൊണ്ട് ആ റെസിസ്റ്റൻസ് ഏതിനാണോ കൂടുതലുള്ളത് അതിലൂടെ വളരെ കുറവ് കറണ്ടേ പോവുള്ളൂ. റെസിസ്റ്റൻസ് കുറഞ്ഞതിലൂടെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് പോവുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, ഈ റെസിസ്റ്റേഴ്സ് ഒക്കെ ഡിഫറൻ്റ് ആണ്. സെയിം ആണെങ്കിൽ R എന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ R1 R2 R3 എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഓരോ വഴിയിലുമുള്ള റെസിസ്റ്റൻസിൻ്റെ പ്രയാസത്തിൻ്റെ അളവ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോന്നിലൂടെയും പോകുന്ന കറണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ R1ലൂടെ I1 I2 I3. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ എന്താണ്? ഡിഫറൻ്റ് ആണ്. അത് വ്യത്യാസമുണ്ട്. R1ലൂടെ I1 മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? എന്നിട്ട് ഇതെല്ലാം കൂടെ റീകമ്പൈൻ ചെയ്തിട്ട് ഇവിടെ എത്തി, എന്നിട്ട് കറണ്ടായിട്ട് അത് പുറത്തേക്ക് വരുന്നു, തിരിച്ചിങ്ങോട്ടന്നെ കയറാണ്. അറിയോ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ഇനി നോക്കൂ, നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ നമുക്കിവിടെ സർക്യൂട്ടിലുള്ള മൊത്തം കറണ്ട്, ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ കറണ്ട് എന്ന് വിളിക്കുന്നത് മെയിൻ കറണ്ട് പറഞ്ഞാൽ ഒരു സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിൽ നിന്ന് പുറത്തു വരുന്ന കറണ്ട് നമുക്ക് മെയിൻ കറണ്ട് എന്ന് വിളിക്കാം. That I is equal to I1 plus I2 plus I3. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കൂ, ഇപ്പോൾ ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. സപ്പോസ് ഇത് ബി ആണെങ്കിൽ ഈ എ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് കണക്ട് ചെയ്ത്? സെല്ലിൻ്റെ പോസിറ്റിവിറ്റി. ബി എങ്ങോട്ടാ? സെല്ലിൻ്റെ നെഗറ്റിവിറ്റി ആണല്ലോ. റെഡി അല്ലേ? പിന്നെ ഇതൊക്കെ കണക്റ്റിംഗ് വയേഴ്സ്. അതിനൊന്നും റെസിസ്റ്റൻസ് ഇല്ല എന്നാണ്. കണക്റ്റിംഗ് വയേഴ്സ് ആർ അസ്യൂംഡ് ടു ബി ഹാവിങ് 0 റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്കും ഇതിനിടയിലില്ല. അപ്പോൾ സെൽ എ ബി എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ഈ 2 പോയിന്റ് ആർക്ക് അക്രോസിലാണ്? ഈ സെല്ലിന് അക്രോസിലല്ലേ? അതോടൊപ്പം തന്നെ ഈ പോയിന്റ് എ ആണെങ്കിൽ ഇതുവരെ എ, ഇതുവരെ ബി. അപ്പോൾ സെല്ലിന് അക്രോസിലാണ് എയും ബിയും. സെല്ലിന് അക്രോസിൽ ഈ R1 അക്രോസിലല്ലേ എയും ബിയും, R2 അക്രോസിലും അല്ലേ എയും ബിയും, R3 അക്രോസിലാണ് എയും ബിയും, ഈ കോമ്പിനേഷൻ അക്രോസിലാണ് എ ആൻഡ് ബി എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബി എന്നീ 2 പോയിന്റുകളിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സെല്ലിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. R1 അക്രോസിൽ, R2 അക്രോസിൽ, R3 അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഇതൊക്കെ സെയിം ആണ്. എന്ന് വെച്ചാൽ ഇൻ പാരലൽ കോമ്പിനേഷൻ PD അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് എ കോൺസ്റ്റൻറ്റ്. എല്ലാ റെസിസ്റ്ററിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ മതി. നോക്കൂ, I is equal to എന്താ? I is equal to V by R. if RP എന്ന് ഞാൻ കൊടുക്കാം, പാരലൽ എന്നുള്ളത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈക്വൽ ടു I1 എന്ന് പറഞ്ഞാൽ എന്താ? V ഡിവൈഡഡ് ബൈ R1. അതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, പ്ലസ് V ഡിവൈഡഡ് ബൈ R2 പ്ലസ് V ഡിവൈഡഡ് ബൈ R3. ഓർ വിനെ പുറത്താക്കി കഴിഞ്ഞാൽ 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. ഇവിടെ V ഡിവൈഡഡ് ബൈ RP. നോക്കൂ, V ക്യാൻസൽഡ്. 1 ബൈ RP is equal to 1 by R1 plus 1 by R2
പ്ലസ് 1/R3. മനസ്സിലായല്ലോ? ഓക്കെ, ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര പ്ലസ് 1/Rn എന്ന റിലേഷനിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ കഴിയും. നോക്കൂ, ഇവിടെ നമുക്ക് 2 റെസിസ്റ്റർ ഉള്ളെങ്കിൽ, ഇപ്പോൾ ഇത് n റെസിസ്റ്റേഴ്സ് ആണ്, നമ്മൾ ജനറൽ ഇക്വേഷൻ. ഇനി 2 റെസിസ്റ്റർ ഉള്ളെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് വെച്ചാൽ ഇതിനെ വിച്ച് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് കിട്ടും. ഓർ RP ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. മനസ്സിലായോ? RP ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വ്യക്തമല്ലേ? യെസ്. ഇനി നോക്കൂ, ഈ ഒരു പോയിന്റ്സിലേക്കും കൂടെ നോക്കാം. When resistors are connected in series, effective resistance is greater than the greatest. അതായത് കൂട്ടത്തിൽ ഏറ്റവും വലുതാരാണോ അയാളെക്കാൾ വലുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. R1 പ്ലസ് R2 പ്ലസ് R3 ഇങ്ങനെ ആഡ് ചെയ്ത് പോയില്ലേ? അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലുതാരാണോ അയാളെക്കാൾ വലുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. എന്നാൽ പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെ നോക്ക്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാണോ അയാളെക്കാൾ ചെറുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ 1 ohm 2 ohm 3 ohm നമുക്ക് തന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് ഹൗ വിൽ യു കണക്ട് ദം ടു ഗെറ്റ് എ റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ലെസ് ദാൻ 1 ohm എന്ന് പറഞ്ഞാൽ വേറൊന്നും ആലോചിക്കില്ല, പാരലൽ കോമ്പിനേഷൻ. പാരലൽ കമ്പൈൻ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാണോ അയാളെക്കാളും ചെറിയതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഇനി എല്ലാം ഐഡൻറ്റിക്കൽ ആണെങ്കിലോ n ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ഓരോന്നും ക്യാപിറ്റൽ R ആണ്. അങ്ങനെയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് ഈക്വൽ ടു n ടൈംസ് R. R പ്ലസ് R പ്ലസ് R പ്ലസ് ഇങ്ങനെയല്ലേ പോവുക? അങ്ങനെ പ്ലസ് n. ഇനി നോക്കൂ, ഇതിൽ തന്നെ നോക്കൂ, എല്ലാം പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ RP ഈസ് ഈക്വൽ ടു എന്താ 1/RP ഈസ് ഈക്വൽ എന്താ 1/R പ്ലസ് 1/R പ്ലസ് 1/R പ്ലസ് അങ്ങനെയല്ലേ പോവുക? അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം എന്താ കിട്ടുക? 3 അല്ല n/R. ഇത് 1/RP ആണ്. അപ്പോൾ RP എന്താ? R/n. വ്യക്തമല്ലേ? ഇനി നമുക്ക് അമ്മീറ്റർ എന്തിനാ യൂസ് ചെയ്യുക? അമ്മീറ്റർ നമുക്ക് പിന്നെ കറണ്ട് മെഷർ ചെയ്യാൻ. ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഐഡിയൽ അല്ലേ? കാരണം നോക്കിപ്പോൾ ഒരു സെല്ല്, ആ സെല്ലിൽ നിന്ന് കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് കരുതിക്കോളും. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തു. അമ്മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും അല്ലേ? ഇവിടുത്തെ കറണ്ട് കിട്ടും. ആ കറണ്ട് ഇത് വിയും ഇത് ആറും ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന കറണ്ട് എത്ര? I is equal to V/R കിട്ടുക. നേരെ മറിച്ച് ഈ അമ്മീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? I is equal to V ഡിവൈഡഡ് ബൈ R പ്ലസ് ഈ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ, R അമ്മീറ്റർ, ഇതും കൂടി കിട്ടിയിട്ടായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. എന്ന് വെച്ചാൽ അമ്മീറ്റർ എന്ന് പറയുന്നത് സർക്യൂട്ടിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ട ഒരു ഡിവൈസ് അല്ല, മറിച്ച് ഇതിലൂടെ എത്ര കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അമ്മീറ്റർ ഒരിക്കലും സർക്യൂട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്ര? ഇറ്റ് ഈസ് 0. മാത്രമല്ല അമ്മീറ്റർ ഈസ് ആൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ്. അമ്മീറ്റർ പോയിട്ട് ഇങ്ങനെ ഈ ഇതിനെ കണക്ട് ചെയ്യാൻ പാടുണ്ടോ? അമ്മീറ്റർ നോ, ഇത് തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി വോൾട്ട്മീറ്റർ നേരെ തിരിച്ച ഐഡിയൽ വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. വോൾട്ട്മീറ്റർ എപ്പോഴും കണക്ട് ചെയ്യൽ എങ്ങനെയാണ്? റെസിസ്റ്റൻസിന് അക്രോസിൽ പാരലലായിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഈ പോയിന്റുകളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 resistors 1, 2, 3 are combined in series. What is the total resistance of the combination? Okay. അതുപോലെ if the combination is connected to a battery of EMF 12 volt, the potential drop across each resistor. യെസ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡയഗ്രാം ഒന്ന് വരക്കാം. ഡയഗ്രാം വരച്ചിട്ട് 1, 2, 3 ഓം അല്ലേ? യെസ്, നോക്കിക്കോളൂ. യെസ്, 1 ohm 2 ohm 3 ohm 12 volt അക്രോസിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളോട് ചോദിച്ചു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. വളരെ സിമ്പിൾ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് RS ഈസ് ഈക്വൽ ടു എത്രയാണ്? R1 പ്ലസ് R2 പ്ലസ് R3 അല്ലേ? അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 സീരീസ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 ohm ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. 6 ohm അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എ പാർട്ടായി
നൗ ബി പാർട്ട്. കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 12 ബാറ്ററി. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ നോക്കും ഈ V1 എത്ര, V2 എത്ര, V3 എത്ര, അതാണ് കണ്ടെത്തേണ്ടത്. V1 കാണാൻ എന്താ ചെയ്യേണ്ടത്? അതിലൂടെ പോണ കറണ്ടിൻ്റെ അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ. ദാറ്റ് മീൻസ് V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 ആണ്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ഈ I കാണണം. അപ്പോൾ I എങ്ങനെ കണ്ടെത്തുക? I നമുക്ക് ഇവിടെ ആദ്യം കണ്ടെത്താം. നോക്കൂ, റെസിസ്റ്റൻസ് I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R ആണ്. I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R ഇഫക്റ്റീവ്. ഇവിടെ സീരീസ് ആയതുകൊണ്ട് ആ V എത്ര? V ടോട്ടൽ V ഈസ് 12 ഡിവൈഡഡ് ബൈ R ഇഫക്റ്റീവ് എത്ര? 6. അപ്പോൾ ദ ആൻസർ ഈസ് 2 ആംപിയർ. 2 ആംപിയർ ആണ്. ഇനി നമുക്ക് നേരിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടി. കാരണം സെയിം I തന്നെയാണ് എല്ലാത്തിലൂടെയും. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് കോൺസ്റ്റൻ്റ് എന്ന് പഠിച്ചില്ലേ. അതുകൊണ്ട് 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 വോൾട്ട്. V1 കിട്ടി. സിമിലർലി V2 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R2. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 വോൾട്ട്. നൗ V3 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു R3 ഈസ് 3 ഈക്വൽ ടു 6 വോൾട്ട്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് 2 ohm, 4 ohm and 5 ohm combined in parallel. What is the total resistance of the combination? നേരത്തെ സീരീസ് ഉള്ളതിന് ഇവിടെ പാരലൽ എന്നാണ് തന്നത്. ബാക്കി ക്വസ്റ്റ്യനൊക്കെ ഒരുപോലെ തന്നെയാണ്. കോമ്പിനേഷൻ കണക്റ്റഡ് ടു ബാറ്ററി ഓഫ് 20 വോൾട്ട്. ഡിറ്റർമിൻ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആൻഡ് ദ ടോട്ടൽ കറണ്ട് ഡ്രോൺ ഫ്രം ദ ബാറ്ററി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഞാൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഡയഗ്രത്തിൽ നോക്കൂ, ഇതാ ഇവിടെ 2 ohm, 4 ohm, 5 ohm 20 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എ പാർട്ട്. RP is equal to 1 by RP. 3 ഉണ്ടല്ലോ. ഓക്കെ, 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. That is equal to 1 by 2 plus 1 by 4 plus 1 by 5. That is LCM നമുക്ക് ആരെടുക്കാം? 20 എടുക്കാം. അപ്പോൾ 2നെ 20 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 20 ആക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Then 4. Yes, that is equal to 19 divided by 20 എന്ന് കിട്ടി. ഇത് 1 by RP ആണ്. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. RP is equal to എത്ര? 20 divided by 19 ohm ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് നീങ്ങാം. എന്താ ബി പാർട്ട് പറയണത്? കോമ്പിനേഷൻ കണക്റ്റഡ് 20 വോൾട്ട് ഡിറ്റർമിൻ കറണ്ട് ത്രൂ I ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ I കണ്ടെത്താൻ നോക്കൂ, വളരെ ഈസിയാണ്. കാരണം പാരലൽ കോമ്പിനേഷനിൽ ആര് കോൺസ്റ്റൻ്റാ? പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റാ. അപ്പോൾ ഈ 20 വോൾട്ട് തന്നെയാണ് ഈ 5 ohmനും 4 ohmനും 2 ohmനും ഒക്കെ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? I1 ഈസ് ഈക്വൽ എന്താണ്? V ഡിവൈഡഡ് ബൈ R1 ആണ്. V എത്ര? 20 ഡിവൈഡഡ് ബൈ R1 എത്ര? 2. R1 ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. I2 ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ R2. 20 divided by R2. R2 എത്രയാണ്? 4. That is equal to 5 volt. Now I3 is equal to 20 divided by 5. That is equal to 4 volt. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമുക്ക് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 20 കിട്ടും. വേണം അല്ലേ? കിട്ടൂലേ? ഇവിടെ ഇനി നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് നോക്കി, ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I is equal to ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ RP ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് തന്നെയാണ്? ഒറ്റൊന്നു തന്നെ ഉള്ളൂ, V ഡിവൈഡഡ് ബൈ RP. എത്ര? RP is 20 by 19 അല്ലേ? അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 19. 20 ക്യാൻസൽ ചെയ്ത് 19 മുകളിലേക്ക് വന്ന്. അപ്പോൾ 19 ആംപിയർ കേട്ടോ. ഇവിടെ ഞാൻ വോൾട്ട് എന്നാണ് നോക്കരുത്, ഒക്കെ കറണ്ടാണ്. സോറി, ആംപിയർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആംപിയർ. അപ്പോൾ 19 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്കത് കിട്ടും. വേണം 10 ആംപിയർ പ്ലസ് 5 ആംപിയർ പ്ലസ് 4 ആംപിയർ എത്ര കിട്ടുക? 19 ആംപിയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ചെയ്തത് എല്ലാ നിലക്കും കറക്റ്റാണ് എന്നർത്ഥം. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം.
ഫൈൻഡ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വി is equal to 2 വോൾട്ട് ആണ്. ആർ is equal to, അതായത് ഇഫക്റ്റീവ് ആർ ഇഫക്റ്റീവ് is equal to, നോക്കൂ ഈ 30യും ഈ 30യും എന്താ, ഇത് രണ്ടും സീരീസിലാണ്. അപ്പോൾ ഇത് എത്രയായി 60. ആ 60യും ഈ 30യും എന്താണ്, പാരലലാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 30 ഇൻറ്റു R1 R2 ബൈ R1 പ്ലസ് R2, 30 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് നോക്കൂ ഇതെത്ര 1800 ഡിവൈഡഡ് ബൈ 90. നോക്കൂ 18ൽ എത്ര 9 ഉണ്ട്, 2, ഒരു 0 ക്യാൻസൽ ചെയ്തു, ഈക്വൽ ടു 20 എന്ന് നിങ്ങൾക്ക് കിട്ടും. എന്ത് 20 ഓം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണത്, 20 ഓം. Therefore നമ്മൾ കറണ്ട് അല്ലേ ചോദിച്ച്, യെസ്, I is equal to V divided by R effective. ദാറ്റ് ഈസ് V എത്രയാണ് 2 ഡിവൈഡഡ് ബൈ R effective എത്ര 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 എന്ന് വെച്ചാൽ എത്ര 0.1 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്ര മതി. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് നിങ്ങളത് ക്വസ്റ്റ്യൻസൊക്കെ നോട്ട്ബുക്കിലൊക്കെ ചെയ്യുക, മറ്റു ക്വസ്റ്റ്യൻസുകളൊക്കെ കണ്ടെത്തി ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.